ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മളെ ഐറ്റം അങ്ങ് നോർത്ത് ഇന്ത്യൻ ഡിഷാട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലു മട്ടർ കേട്ടോ. അപ്പോൾ അതിനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടമായിരിക്കും. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡൊക്കെ. വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ഉള്ളിയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഉള്ളി ഒന്ന് നല്ലോണം വാടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് മിക്സിയിൽ അടിച്ചത്. വലുതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 2 എടുക്കണം കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് തക്കാളീൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടുകൊണ്ട് ഞാൻ ഉപ്പ് ഇപ്പം ഇടുന്നില്ല കേട്ടോ. ഗ്രീൻ പീസും വേവിച്ചിടുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വേവിച്ച ഗ്രീൻ പീസാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ 3 ചെറിയ പൊട്ടറ്റോ ഞാനിപ്പോൾ വേവിച്ചുടച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വലുതാണ് 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. 2 1 നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയിട്ടെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ തന്നെ കസൂരി മേത്തിയില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിൻ്റെ ഒപ്പവും പൂരിൻ്റെ ഒപ്പം എല്ലാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.